പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ വന്ദനം. ഇമ്മാനുവേൽ പ്രേയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട എൻ്റെ സ്നേഹമുള്ള വിശ്വാസികളെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ നിങ്ങളെ ഞങ്ങൾ വഹിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന വിഷയങ്ങൾ നമ്മളെ വളരെ സ്വാധീനിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രയോജനപ്പെടുന്നതുമായ ദൈവത്തിൻ്റെ വചനമാണ്. ഒരു വിശ്വാസ ജീവിതം നയിക്കുന്ന ഒരു ഭക്തൻ, കർത്താവിൻ്റെ വയൽപ്രദേശത്ത് അധ്വാനിക്കുന്ന ഒരു ദൈവദാസൻ, കർത്താവിനാൽ കൂടുതലായി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസിമാർ, അങ്ങനെ കർത്താവിൻ്റെ പടക്കളത്തിൽ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്ന അനേക പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹങ്ങളും നന്മകളും കൂടുതൽ ആത്മീയമായ പ്രവർത്തനത്തിന് പ്രചോദനം നൽകുന്നതുമായ ആത്മീയമായ ചിന്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന വിഷയത്തിന്റെ വാക്യം ഇങ്ങനെയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യമാണ്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന വിഷയം, ഒരു ഭക്തനായിരിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തെ ദൈവം തെരഞ്ഞെടുക്കുന്നതാണ്. ദൈവികമായ തെരഞ്ഞെടുപ്പുകൾ, ദൈവികമായിരിക്കുന്ന വിളി, ദൈവികമായ പരിപാലനങ്ങൾ, ദൈവികമായ കരുതലുകൾ, ദൈവികമായിരിക്കുന്ന സംരക്ഷണം, ദൈവികമായ സൂക്ഷിപ്പുകൾ, ദൈവം ഒരുക്കുന്ന വഴികൾ, ദൈവം നൽകുന്ന നന്മകൾ, ഇതൊക്കെയും നാം വിചാരിക്കുന്നതിൽ അപ്പുറത്ത് ആകുന്നു എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതുമായ കാര്യങ്ങൾ, ഞാൻ ആഗ്രഹിക്കുന്ന നിലയിലായിരിക്കണം എൻ്റെ കാര്യങ്ങൾ, ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിലായിരിക്കണം എൻ്റെ ശുശ്രൂഷകൾ, ഞാൻ ആഗ്രഹിക്കുന്ന നിലയിലായിരിക്കണം എൻ്റെ ജോലികൾ, ഞാൻ ആഗ്രഹിക്കുന്ന നിലയിലായിരിക്കണം എൻ്റെ ബിസിനസ്സുകൾ. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ നമ്മൾ എവിടെയാണ് പോകേണ്ടത്, എവിടെയാണ് പാർക്കേണ്ടത്, എവിടെയാണ് നമ്മൾ ശുശ്രൂഷിക്കേണ്ടത്, ഏത് മേഖലയിലാണ് ബിസിനസ്സുകൾ ചെയ്യേണ്ടത്, നമ്മളെ കൊണ്ട് ദൈവത്തിന് പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്ന ഓരോ കാര്യങ്ങളും ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കുകയാണ്. അതിനുള്ള സാഹചര്യങ്ങൾ, അതിനുള്ള സന്ദർഭങ്ങൾ, അതിനുള്ള വഴികളൊക്കെ ദൈവം ഒരുക്കിത്തരും. അങ്ങനെയുള്ളതായിരിക്കുന്ന വഴികളിലേക്ക് നമ്മെ സഞ്ചരിപ്പിക്കുവാൻ നമ്മെ കൊണ്ടുപോകുമ്പോൾ ആരംഭഘട്ടത്തിൽ നമുക്ക് വളരെ വേദനകൾ ഉണ്ടാകാം, വളരെ നൊമ്പരമുണ്ടാകാം, ത്യാഗമുണ്ടാകാം, നമുക്ക് വളരെ ക്ഷീണിതയായ അവസ്ഥയുണ്ടാകാം, പലപ്പോഴും നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാകാം. കാരണം നല്ല ഒരു ജോലി ഉണ്ടായിരുന്നു, ആ ജോലി നഷ്ടപ്പെട്ടു, ഇനി എന്ത് ചെയ്യും? ഒരു നല്ല വഴിയായിരുന്നു, നല്ല ബിസിനസ് ആയിരുന്നു, മറ്റൊരു രാജ്യത്തായിരുന്നു. പലപ്പോഴും നമ്മുടെ ചിന്തകൾ ഇങ്ങനെയാണ്. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് അവിടെ നിന്നും മറ്റൊരു സ്ഥലത്ത് നമ്മെ ആക്കുക എന്നുള്ളതാണ്. അവിടെ ആക്കുമ്പോൾ നമ്മളിലൂടെ ദൈവത്തിന് പ്രവർത്തിച്ചെടുക്കുവാൻ കഴിയുന്നതായ കാര്യങ്ങൾ ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ പ്രാപ്തനായിട്ട് നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ടാണ് ഗിദെയോനോട് പറഞ്ഞു, നീ പോകുന്നിടത്ത് ഞാനുണ്ട്. ദൈവദാസനായിരിക്കുന്ന യോശുവയോട് പറഞ്ഞു, നീ ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കാതെ നീ മുൻപോട്ട് പോകണം. നിന്റെ ഉള്ളം കാല് ചവിട്ടുന്ന ദേശം, നിന്റെ ഉള്ളം കാല് ചവിട്ടുന്ന ദേശം, നിന്റെ കണ്ണുകൾ കൊണ്ട് നോക്കി അതിര് കൽപ്പിക്കുന്ന സ്ഥലം, നീ അതിര് വിസ്താരമായിട്ട് അളന്നെടുത്താൽ അത് ഞാൻ നിനക്ക് നൽകി തരിക തന്നെ ചെയ്യും. അതെ,
ദൈവത്തിന്റെ സന്നദ്ധിയിൽ എന്ത് ആഗ്രഹിക്കുന്നുവോ, എന്തെല്ലാം പ്രതീക്ഷിക്കുന്നുവോ, ഏതെല്ലാം നിലയിലായിരിക്കുന്നുവോ അത് പ്രാപിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇവിടെ ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദൈവികമായ ദർശനം പ്രാപിച്ചൊരു വ്യക്തിക്ക് തളർന്നു പോകേണ്ട കാര്യമില്ല. ദൈവവചനം പറയുന്നു, യഹോവേ, ഞാൻ തളർന്നിരിക്കുന്നു, ഞാൻ ഉടഞ്ഞ പാത്രമായിരിക്കുന്നു. 5-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് ഞാൻ ഉടഞ്ഞൊരു പാത്രം പോലെ ആയിരിക്കുന്നു എന്നാണ്, ഞാൻ തളർന്നിരിക്കുന്നു എന്നാണ്. 61-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്നെ വിളിക്കുന്നു എന്നുള്ളതാണ്. തകർന്നുപോയ മനുഷ്യന്റെ ജീവിതത്തിൽ, ഇല്ലായ്മയുടെ അവസ്ഥകളിൽ, വല്ലായ്മയുടെ അവസ്ഥകളിൽ വളരെ ഭാരത്തോടുകൂടെ ജീവിക്കുന്ന സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട് യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ നോക്കിയിട്ട് പറഞ്ഞു, ജനത്തെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു. ഒരു വലിയ കൂട്ടം ആളുകൾ വന്നപ്പോൾ, ഒരു വലിയ സദസ്സ് വന്നപ്പോൾ അവരെ നോക്കിയിട്ട് പറഞ്ഞത്, നിങ്ങളുടെ സകല ഭാരങ്ങളും യഹോവയിൽ വെക്കുക, അവൻ വഹിക്കും. നിങ്ങളുടെ ചുമടുകൾ ചുമക്കുവാൻ അവൻ നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ഭാരമാകട്ടെ, നിങ്ങളുടെ പ്രയാസമാകട്ടെ, അത് വഹിക്കുവാൻ കഴിയുന്ന ദൈവിക കരമാണ്. ഇവിടെ മറ്റൊരു വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. സമാധാനപരമായി ജീവിക്കുന്ന ദേശത്തിൽ പെട്ടെന്ന് കടന്നു വരുന്ന ചില അവിചാരിതമായിട്ട് കടന്നു വരുന്ന ചില അനുഭവങ്ങളുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരുന്നതൊക്കെ അവിചാരിതമായിട്ടാണ്. മുൻവിധിയോടെയോ മുൻ നിയമിക്കപ്പെട്ടതുപോലെയോ മുൻപ് നിശ്ചയിച്ചതുപോലെയോ ഒന്നുമല്ല. ഏത് സമയത്തും ശത്രുവിന്റെ ഗണങ്ങളും പോരാട്ടത്തിന്റെ അവസ്ഥകളും വെല്ലുവിളിയുടെ സാഹചര്യങ്ങളും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും രോഗത്തിന്റെ അവസ്ഥകളും അപകടങ്ങളും അനർത്ഥങ്ങളും ഒക്കെ കടന്നു വരുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയങ്ങളിലാണ്. ദിനവൃത്താന്തം 2-ാം പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, അതിനുശേഷം അമോന്യരും മോവാബ്യരും മെയ്യൂന്യരും യഹൂദ രാജാവായിരിക്കുന്ന യെഹോശാഫത്തിനെതിരെ എൻഗദി എന്ന ഹസോൻ താമാറിൽ പാളയമിറങ്ങിയിരിക്കുന്നു. ഈ സത്യം തിരിച്ചറിഞ്ഞപ്പോൾ, ഈ രഹസ്യം തിരിച്ചറിഞ്ഞപ്പോൾ ഗൂഢാലോചനപരമായി, ചിന്താപരമായി വളരെ ആലോചനയോടുകൂടെ കടന്നു വരുന്ന ആ കാഴ്ച കണ്ടുകൊണ്ട് ഒരു ഭൃത്യൻ രാജാവിനോട് പറയുകയാണ്, നമുക്കെതിരെ 3 ശക്തികൾ എഴുന്നേറ്റിട്ടുണ്ട്. ഒന്നല്ല, 3 ശക്തികളാണ്. അമോന്യരുണ്ട്, മോവാബ്യരുണ്ട്, മെയ്യൂന്യരുണ്ട്. ഇവരോട് നമുക്ക് പൊരുതി ജയിക്കുവാനോ പോർ വിളിച്ച് പൊരുതുവാനോ കഴിയുകയില്ല. അത്രമാത്രം ശക്തിയും അത്രമാത്രം ബലവത്തും അത്രമാത്രം ആയുധ ശേഖരങ്ങളും അത്രമാത്രം ശക്തിയോടുകൂടെ 3 ശക്തികൾ നമുക്കെതിരെ എഴുന്നേൽക്കുകയാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇതുപോലുള്ള ചില അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ നിരാശപ്പെട്ടു പോകും. നമ്മൾ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന അവസ്ഥയാണ്. 19-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, യഹോശാഫാത്ത് തന്റെ അരമനയിൽ സമാധാനത്തോടെ ഇരിക്കുമ്പോൾ, അപ്പോൾ താൻ സമാധാനത്തോടെ വസിക്കുകയാണ്. ഭാര്യയും ഭർത്താവും മക്കളും സഹോദരങ്ങളും മാതാപിതാക്കളും ഒക്കെ ആയിട്ടൊരു ജീവിതമാണ്. അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല അന്തരീക്ഷമാണ്. അപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കടന്നു വരുന്നത്. ഉണ്ടോ? നമ്മുടെ ഉള്ളൊന്ന് നടുങ്ങുന്ന, നമ്മുടെ കാലുകൾ ഇടറിപ്പോകുന്ന, നമ്മുടെ മനസ്സ് പതറിപ്പോകുന്ന, നമ്മെ തളർത്തിക്കളയുന്ന ചില ചിന്തകൾ പെട്ടെന്നുണ്ടാകുകയാണ്. ഇനി എന്ത് ചെയ്യും, എങ്ങോട്ട് പോകും, വളരെ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ, നിങ്ങളുടെ ബിസിനസിന്റെ വേളകളിൽ നിങ്ങൾക്കെതിരായിട്ട് കടന്നു വരുന്ന ഓരോ ശക്തികളെയും കണ്ടുകൊണ്ട് ഭയപ്പെടരുത്. യഹോശാഫാത്ത് കേട്ടപ്പോൾ താൻ ഭയപ്പെട്ടു എങ്കിലും യഹോവയുടെ സന്നിധിയിൽ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഒരു പ്രാർത്ഥന, ഉപവാസം, അതാണ് പഴയ നിയമ വിശുദ്ധന്മാർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ആയുധം. ഉപവാസമാണ്, പ്രാർത്ഥനയാണ്. നമുക്ക് ഇല്ലാതെ പോകുന്നത് ഉപവാസമാണ്, നമുക്കില്ലാതെ പോകുന്നത് പ്രാർത്ഥനകളാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണോ? ആണ്. നമ്മൾ ഉപവസിക്കുന്നവരാണോ? നമ്മൾ ഉപവാസം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആവശ്യബോധത്തോടും ആവശ്യ കാഴ്ചപ്പാടോടും
നാം പ്രാർത്ഥനയ്ക്കായിട്ട് മുട്ടുമടക്കുകയാണെങ്കിൽ വിടുതൽ കാണുവാൻ കഴിയും. കഴിഞ്ഞകാല ഭക്തന്മാർ അനേകർ ഉപവസിച്ചിട്ടുണ്ട്. നെഹമ്യാവ് കരഞ്ഞു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. എസ്തർ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, കരഞ്ഞു. അതിനെല്ലാം ഫലം കിട്ടുകയാണ്. അഴിയാത്ത കെട്ടുകൾ അഴിയും, തുറക്കാത്ത വാതിലുകൾ തുറക്കും, ഉയർത്തപ്പെട്ട മതിലുകൾ ഇടിയും. ശത്രുവിന്റെ ഗണങ്ങൾ ശക്തമായി വരുമ്പോൾ അതിനെ പരാജയപ്പെടുത്തും. അതിനെല്ലാം തകർത്ത് കളഞ്ഞ് നിത്യമായിരിക്കുന്ന ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ തക്കവണ്ണം ദൈവം ശക്തീകരിക്കും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ദാസനായ ഗിദെയോനോട് പറഞ്ഞത്, നീ പൊയ്ക്കൊള്ളുക, ഞാൻ കൂടെയുണ്ട്. ഈ ബലത്തോടെ പോകണം, ഈ ശക്തിയോടെ പോകണം. ഈ പുതുബലം ധരിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യാം, ശക്തി പ്രാപിക്കാം, ബലം പ്രാപിക്കാം. ഈ ബലത്തിൽ നിന്നും ദൈവത്തിന് വേണ്ടി പ്രയത്നിക്കാനും പ്രവർത്തിപ്പാനും ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കേൾക്കപ്പെട്ട വചനങ്ങൾ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം. രോഗികളായി കഴിയുന്നവരെ അനുഗ്രഹിക്കണം, വിടിവിക്കണം. കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലായി ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വദേശത്തും ഗൾഫ് മേഖലയിലും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെയായി ജോലി ചെയ്യുന്നവരുണ്ട്, ബിസിനസ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്, വിവിധ ഇടങ്ങളിൽ കുഞ്ഞുങ്ങൾ പഠിക്കുന്നവരുണ്ട്. അവരെല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ കിടപ്പ് രോഗികളായിട്ടുള്ളവരുണ്ട്, നടപ്പ് രോഗികളുണ്ട്, ഇരിപ്പ് രോഗിയുണ്ട്. അവരെല്ലാം കർത്താവ് ആശ്വസിപ്പിക്കണം. ഈ ബലത്തോടെ പോകാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ ബലം ഓരോ പ്രിയപ്പെട്ടവർക്ക് നൽകി അനുഗ്രഹിക്കണം. രക്ഷകന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ.